ഹായ് ഗായ്സ്, ഹുസാബുസ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസാപ്സ് എന്ന ഇനത്തിലെ ഒരു നായ്ക്കുട്ടിയെ പരിചയപ്പെടാനാണ് പത്തനംതിട്ട ജില്ലയിലെ ഊന്നലിൽ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഈ ലാസാപ്സിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇതിന്റെ ഉടമയായ സന്ധ്യ ആന്റിയോട് ചോദിച്ചറിയാം. ഇത് ലഹാസ ആപ്സോ ആണ്. ബെല്ല എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ബെല്ലയുടെ ഭക്ഷണ രീതി ഞാൻ പറയാം. രാവിലെ ഞങ്ങൾ ബെല്ലായിക്ക് 1 ഗ്ലാസ് പാല് 2 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കാച്ചി തണുപ്പിച്ചാണ് കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ചിക്കനും ചോറും, എല്ലില്ലാതെയും ഒരു എരിവില്ലാതെ ചിക്കനും ചോറുമാണ്. വൈകിട്ട് റൂൾസോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്തെങ്കിലും, ബെല്ലയുടെ ബിസ്ക്കറ്റുണ്ട്, അത് മേടിച്ചു കൊടുക്കും. രാത്രിയിൽ 1 മുട്ട പുഴുങ്ങി, അവർക്ക് നാടൻ മുട്ടയാണ് ഇഷ്ടം, മുട്ട പുഴുങ്ങി അതും കൂടി കൊടുക്കും. പിന്നെ കുറച്ച് ഡ്രൂൾസ് അവൾക്ക് വെച്ചേക്കും. ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. ഞങ്ങൾ ഇവൾക്ക് കിട്ടിയത് തുമ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടായിരുന്നു. പുള്ളിക്ക് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സോ പുള്ളിക്ക് നോക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഡോഗും കൂടി ഉണ്ട്. ജർമ്മൻ ഷെപ്പേർഡാണ് മിക്കി. മിക്കിയുമായിട്ട് ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സോ ഞങ്ങൾ അതുപോലെയാണ് കെയർ ചെയ്യുന്നത്. ഒത്തിരി നല്ല ബ്രഷിങ്ങിൻ്റെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും ബെല്ലായിക്ക് ഒത്തിരി ഹെയർ ഉണ്ടായതുകൊണ്ട് മുടി ചെട പിടിക്കും. സോ ഓൾമോസ്റ്റ് ഡെയിലി ട്വൈസ് പറ്റുമെങ്കിൽ ബ്രഷ് ചെയ്യണം. ഞങ്ങൾ ബെല്ലായിക്ക് ടിക് ഫ്രീ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് എന്നും കുടഞ്ഞ് അവളുടെ മേത്തിട്ടിട്ട് അവൾക്ക് പ്രത്യേകിച്ചൊരു ബ്രഷുണ്ട്. അത് വെച്ചിട്ട് എന്നും രാവിലെ, മാക്സിമം വൈകിട്ട് ഞങ്ങൾ ബ്രഷ് ചെയ്യും. രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ബെല്ല ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ലവബിളാണ്. ഒരു ബൊമ്മയെ പോലെയാണ്. ഒരു ഡോളിനെ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ വളർത്തുന്നോ അതുപോലെയാണ്. ഒത്തിരി മിസ് ചെയ്യും അവളെ. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴായാലും ഒത്തിരി സ്നേഹം അവൾ എനിക്ക് തരുന്നുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ മിക്ക ദിവസവും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അവൾ വണ്ടിയിൽ വളരെ കംഫർട്ടബിളാണ്. അവൾ അത്ര ഗാർഡിങ് ആണ് വണ്ടിയിൽ. നമ്മളുടെ വണ്ടിയുടെ അടുത്തോട്ട് വേറൊരാൾ വന്ന് തൊട്ട് കഴിഞ്ഞാൽ പോലും അവരെ കുരച്ച് പേടിപ്പിക്കാറുണ്ട്. അതുപോലെ ആണ് അവൾ. പിന്നെ വണ്ടിയിൽ അവൾ വളരെ കംഫർട്ടബിളാണ്. ബാക്ക് സീറ്റിലാണ് അവളുടെ ഒരു സ്പേസ്. വളവ് വരുമ്പോഴും എല്ലാം അവൾക്കറിയാം. അവൾ പോകുന്ന റൂട്ട്സ് അവൾക്ക് മാക്സിമം അറിയാം. വളവ് വരുമ്പോൾ അതിനനുസരിച്ച് അവൾ ആ ജനലിൻ്റെ അവിടെ പിടിച്ച് നിൽക്കുകയും ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. നമ്മളെവിടെയെങ്കിലും ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് വന്ന് കുണുക്കി ഇങ്ങനെ നിൽക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ബെല്ലയെ കുളിപ്പിക്കുന്ന രീതി വീക്ക്ലി വൺസ് ആണ് ബെല്ലയെ കുളിപ്പിക്കുന്നത്. കണ്ടീഷണർ, ഷാംപൂ പ്ലസ് കണ്ടീഷണറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുളിപ്പിച്ച് കഴിഞ്ഞ് ടവലും കൊണ്ട് ഫുള്ള് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായിട്ടും അവൾക്ക് ഹെയർ ഡ്രയർ വേണം. ആദ്യം ഒക്കെ അവളെ കൊണ്ടുവന്നപ്പോൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ അവൾ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അവളെ വെറുതെ കൂട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഹെയർ ഡ്രയർ എടുക്കുന്നവരിക്കും അവൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹെയർ ഡ്രയർ കൊണ്ടുവന്ന് അവളെ ഫുള്ള് ഡ്രൈ ചെയ്ത് മുടി ചീകിയാൽ മാത്രമേ അവൾ സാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ. എനിക്ക് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഈ പ്ലാന്റ്സ് എല്ലാം. പക്ഷേ ബെല്ല ഒരു ചെടിയായിട്ട് ഒരു ഇലയാട്ടെ അവൾ പറിച്ചിടത്തില്ല. അവൾ വളരെ കെയറിങ് ആണ് പ്ലാന്റ്സിനോടൊക്കെ. ഭയങ്കര ഓരോ പൂ വരുമ്പോഴും ചെന്ന് നോക്കുകയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂ വരുമ്പോഴൊക്കെ അടുത്ത് ചെന്ന് നോക്കിയൊക്കെ ചെയ്യും എപ്പോഴും. ഇവളെക്കുറിച്ച് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും അസ്വസ്ഥതായ ഒരു കാര്യം സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവൾക്ക് ഒരു ദിവസം സുഖമില്ലാതെ വന്നു. ഞങ്ങളുടെ മിക്കി, ജർമ്മൻ ഷെപ്പേർഡിൻ്റെ അന്ന് ഞങ്ങൾക്ക് അത്ര ഒരു അറിവില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഷാംപൂ യൂസ് ചെയ്ത് ഇവളെ കുളിപ്പിച്ചു. വൈകിട്ടായപ്പോഴത്തേക്ക് ഇവൾ ഷിവറിങ് തുടങ്ങി.
സോ ഓൾമോസ്റ്റ് 7 o'clock ആയി ഷിവറിങ് തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റൽസൊക്കെ ഒത്തിരി ഈവനിങ്സ് രാത്രിയിലില്ല. സോ പിന്നെ ഞങ്ങൾ ഡോക്ടർ ദീപു ഫ്രം ചെങ്ങന്നൂർ, പുള്ളിക്കാരൻ ഏറ്റവും ബെസ്റ്റ് ഡോക്ടറാണ്, ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഞാൻ പേഴ്സണലി കണ്ടിട്ട് പോലുമില്ല, പക്ഷെ ത്രൂ ഫോൺ മാത്രമേ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. ഉടനെ തന്നെ ഞാൻ സാറിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു, ഈ ഷാമ്പൂ ആണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഉടനെ തന്നെ പറഞ്ഞു ഒരു മെഡിസിൻ, അത് നമ്മൾ ഹ്യൂമൻസിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ തന്നെയാണ്. സോ പെട്ടെന്ന് തന്നെ ആ മെഡിസിനും മേടിച്ചിട്ട് ബ്രെഡും മേടിച്ച് കരിച്ച് അതും പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു. സോ പെട്ടെന്ന് തന്നെ നമ്മളത് ചെയ്തു. രാത്രി ആയപ്പോഴത്തേക്ക് ഏകദേശം ഷിവറിങ് ഒത്തിരി ബെറ്ററായി. എന്നാലും ആ ഷിവറിങ് ഓൾമോസ്റ്റ് ഒരു 2 days പെർസിസ്റ്റഡ് ആയിരുന്നു. സോ അത് ഞങ്ങൾക്ക് മനസ്സിലായി ഇവള് ഭയങ്കര ഫ്രെജൈലാണ്, മീൻസ് ഒത്തിരി കെയർ എടുക്കണം എന്നുള്ളതിന് ഞങ്ങൾക്ക് മനസ്സിലായി. മിക്കിയുടെ ഷാംപൂസോ മിക്കിയുടെ ഭക്ഷണമോ ഒന്നും അവൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അന്നാണ് ഞങ്ങൾ റിയലൈസ് ചെയ്തത്. ഇനി പറയാനുള്ളത് ബെല്ലയുടെ ബർത്ത്ഡേ സെലിബ്രേഷനെ കുറിച്ചാണ്. ബെല്ലായിക്ക് ഈ ഏപ്രിലാണ് ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചത്. മിക്കിയുടെയും ബർത്ത്ഡേ എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കാറുണ്ട്. ബെല്ലയുടെ ബർത്ത്ഡേ ആഘോഷിച്ചത് കേക്ക് വെച്ചിട്ടല്ലായിരുന്നു. നമ്മൾ ബെല്ലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീം, വാനില ഐസ്ക്രീം മാത്രമാണ്. ചോക്ലേറ്റ് ഒരിക്കലും നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പാടില്ല, ആൻഡ് കേക്ക്സും കൊടുക്കാൻ പാടില്ല. സോ ഇവിടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവിടെ മിക്കിയാണ് ഞങ്ങളുടെ വീട് ഭയങ്കരമായിട്ടും ഗാർഡിയാണത്. ബെല്ല വന്നപ്പോൾ തൊട്ട് മിക്കിയെ കണ്ട് ബെല്ലയും സെയിമായിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഒരാൾ ഗേറ്റിൻ്റെ അടുത്ത് വരാനോ ഒന്നും അവളും സമ്മതിക്കത്തില്ല, മിക്കിയും സമ്മതിക്കത്തില്ല. ഒരു ഈച്ച പറക്കാനോ ഒരു കാക്ക വന്നു ഇരിക്കാനോ ഒരു പൂച്ച വരാനോ. അതുകൊണ്ട് നമ്മൾ അത്രയ്ക്കും ഗാർഡിങ് ആണ് അവള്. നമ്മളുടെ വീടായാലും നമ്മളുടെ, പിന്നെ എപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ്, ഉള്ളിൽ തന്നെയാണ് എപ്പോഴും ഞങ്ങൾ അവളെ. ഇത് പ്രത്യേകിച്ചും ഈ ബ്രീഡ്സ് ഒക്കെ നമ്മൾ പുറത്ത് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. സോ എപ്പോഴും അകത്ത് തന്നെയാണ്, ഞങ്ങളുടെ കൂടെ തന്നെയാണ് അവളുടെ ലൈഫ് എൻജോയ് ചെയ്യാണ് ഞങ്ങളുടെ കൂടെ. ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫും ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട് മിക്കിയും ബെല്ലായുടെയും കൂടെ. സ്നേഹനിധിയായ ഈ നായ്ക്കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.